Good morning. Good morning, miss. Morning. Good morning, Miss. Okay. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖാണോ? സുഖം. ഓക്കെ. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? യെസ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയില്ലേ? എക്സാംസ് തുടങ്ങി അവർക്ക്? ഇല്ല, തുടങ്ങിയിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചു. ഓക്കെ. വാങ്ങിച്ചു നോക്കിയായിരുന്നോ? അയച്ചു നോക്കി. അവൾ എത്ര വരെ എടുത്തത്? അയച്ചു. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് വായിച്ചിട്ട് നോക്കിയല്ലേ? ഓക്കെ. ഇനി നമ്മള് കൂടെ ബ്രൗൺ വരെയാണ് നമ്മൾ എടുത്തത് അല്ലെ? ആണോ? കോഡ് പിങ്ക് വരെ എടുത്തു. അതിന്റെ ബ്രൗൺ പറഞ്ഞത് ഓക്കെ. കോഡ് പിങ്ക് എന്താണ്? പിങ്ക് എന്താ? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോഡ് പിങ്ക്? ചൈൽഡ് മിസ്സിംഗ്. നെക്സ്റ്റ് കോഡ് ബ്രൗണോ? കോഡ് ബ്രൗൺ ഓക്കെ. ഹസാഡസ് അല്ലെ? ഓക്കെ. ഹസാഡസ് ലീക്ക് അല്ലെങ്കിൽ സ്പില്ലാവുന്നത് അല്ലെ? നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഏതാണ് തന്നെ എടുക്കേണ്ടത്? കോഡ് ഓറഞ്ച് ആണ് അല്ലെ? എന്തായിരിക്കാം കോഡ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ് കോഡ് ഓറഞ്ച്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. കോഡ് ഓറഞ്ചിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കിട്ടോ. കോഡ് ഓറഞ്ച് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. ഓക്കെ. ഹോസ്പിറ്റലിന് പുറത്ത് എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോ ലെവൽസ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 വായിച്ചു നോക്കാം കേട്ടോ.
വെച്ചോ? നോക്കാം നമുക്ക്. ഓക്കെ, എന്തായിരിക്കാം കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ് അല്ലെ? കോഡ് ഓറഞ്ച് അലേർട്ട്, hospital has been notified that a disaster has occurred in the community. No casualty are arriving yet. അതായത് എന്താണ്? ആശുപത്രിയിൽ നിന്ന് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് സമൂഹത്തില് ഒരു ദുരന്തം സംഭവിച്ചതായിട്ട് വിവരം ലഭിച്ചിരിക്കുന്നു അല്ലെ? ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ വയനാട് ദുരന്തം അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് എന്താണ് അത് ദുരന്തം ഉണ്ടായിട്ടുണ്ട്, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കും അല്ലെ? ഇല്ലേ? എല്ലാ ആശുപത്രികളിലേക്കും അങ്ങനെ നമ്മൾ വിവരം കൊടുക്കാറുണ്ട് അല്ലെ? അവിടേക്ക് എന്താണ് ആളുകളെ കൊണ്ടുവരാറുണ്ട്, അതുപോലെ തന്നെ അവർ ചികിത്സിക്കാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആശുപത്രിയിലേക്ക് അത്തരത്തിലുള്ള വിവരങ്ങൾ ആശുപത്രിയിലേക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ അത്രയ്ക്ക് എന്താണ് ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത്രയ്ക്ക് ആളഭയം ഒന്നും ഉണ്ടായിട്ടില്ല, കൂടുതൽ പരിക്കേറ്റ ആളുകള് അത്രയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ആളഭയം ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി നോക്കാം ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3. എന്താണ് നോക്കിയേ? ലെവൽ 1 എന്ന് പറഞ്ഞാല് the hospital is receiving less than 4 casualty. അതായത് എന്താണ്? ആശുപത്രിയില് 4 ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ലെസ് ദാൻ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ പഠിപ്പിക്കാറുണ്ട് ഇല്ലേ? നമ്മളും പഠിച്ചിട്ടുണ്ട് അല്ലെ? ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താ? 4 കുറവ് അല്ലെ? എന്താണ്? ആശുപത്രിയില് 4 താഴെ പരിക്കേറ്റവരെ ആണ് എത്തിയിരിക്കുന്നത്. അതാണ് ലെവൽ 1 പറയുന്നത്. 4 താഴെയുള്ള അവരാണ്, ഇത്രയും ആളുകളാണ് ലെവൽ 1 ഉള്ളത്. ഓക്കെ, അപ്പൊ ആശുപത്രിയില് 4 താഴെ പരിക്കേറ്റവരാണ് എത്തുന്നത്. അതാണ് ലെവൽ 1 ബന്ധപ്പെട്ടത്. ഇനി ലെവൽ 2 നോക്കാം. The hospital is receiving more than 3 major casualties and or the number of victims or severity of injuries will require additional staff and resources. അതായത് ലെവൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ മോർ ദാൻ 3. എന്താണ്? 3 കൂടുതൽ ഗുരുതരമായിട്ടുള്ള എന്താണ്? സിവിയറിറ്റി അല്ലെ? ഗുരുതരമായിട്ടുള്ള രോഗികള് അല്ലെങ്കിൽ പരിക്കേറ്റവര് എത്തുന്നു. ഓക്കെ, 3 കൂടുതല്, അതാണ് ലെവൽ 2. അപ്പൊ ജസ്റ്റ് ഒന്ന് അവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ലെവൽ 1 ലെസ് ദാൻ 4 ആണ്, ലെവൽ 2 എന്ന് പറയുന്നത് മോർ ദാൻ 3 ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ലെവൽ 2 എന്താണ് പറയുന്നത്? മോർ ദാൻ 3 അല്ലെ? 3 കൂടുതല് പരിക്കേറ്റ അവരാണ് എത്തിയിരിക്കുന്നത്. ഇനി എന്താണ് അവിടെ പറയുന്നത്? കൂടുതൽ ജീവനക്കാരെയും ആശുപത്രി റിസോഴ്സസുകള് അതായത് വിഭവങ്ങളെയും ആവശ്യമായിട്ട് വരാറുണ്ട് അല്ലെ? ഇത്തരത്തില് 3 കൂടുതൽ സിവിയറിറ്റി, തീവ്രമായിട്ട് പരിചരിക്കേണ്ട രോഗികൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെയുള്ള ചികിത്സകൾ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അത്രയ്ക്ക് എന്താ പറയാ നല്ല രീതിയിലുള്ള ചികിത്സകൾ തന്നെ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് കാര്യമോ അല്ലെ? അത്രയും രോഗം മൂർച്ഛിച്ചിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ചിലപ്പോ കൈകൾ അറ്റുപോയവര്, അത്രയ്ക്ക് സിവിയറിറ്റി, രോഗത്തിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ രോഗികൾക്കും കെയർ കൊടുക്കുന്നത് അല്ലെ? അപ്പൊ 3 കൂടുതൽ പേര് വന്നിരിക്കുന്നത് എവിടെയാണ്? ലെവൽ 2 അതെന്താണ്? എത്ര പേരാണ് 3 കൂടുതൽ പേര് വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ സിവിയറിറ്റി അനുസരിച്ചിട്ടുമാണ് നമ്മള് കെയർ കൊടുക്കുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള സ്റ്റാഫുകൾ അവിടെ അവൈലബിൾ ആയിരിക്കണം കാഷ്വാലിറ്റിയില്. അതുപോലെ തന്നെ അവർക്ക് ചികിത്സ കൊടുക്കാൻ രീതിയിലുള്ള എന്ത് വേണം അവിടെ? റിസോഴ്സസുകൾ അല്ലെ? റിസോഴ്സസുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം? എക്യുപ്മെന്റ്സുകള്, അതുപോലെ തന്നെ മെഷീൻസ് അല്ലെ? പിന്നെ എന്താണ്? മെഡിസിൻസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ? അതാണ് ലെവൽ 2 ബന്ധപ്പെട്ടത്. ഇനി നെക്സ്റ്റ് നോക്കാം ലെവൽ 3. The hospital is receiving more than 3 major casualties and or the number of victims or severity of injuries will require additional staff and resources, and normal hospital routines will be
distress and code orange external disaster. അതായത് എന്താണ് അവിടെ പറയുന്നത്? ലെവൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഗുരുതരാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റവരാണ് എന്താണ് എത്തിയിരിക്കുന്നത് അല്ലെ. അത്തരത്തിലുള്ള രോഗികളാണ് ലെവൽ 3യുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം ഒന്നിൽ കൂടുതൽ മേജർ കാഷ്വാലിറ്റീസ് ഉണ്ട്. അതായത് അവിടെ പറയുന്നത് എന്താണ്? വളരെയധികം ഗുരുതരമായിട്ട് പരിക്കേറ്റവരെ എത്തുന്നതിനാൽ കൂടുതൽ ജീവനക്കാരും വിഭവങ്ങളും അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തേതിനോട് ഒരു സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ലെവൽ 3യിലും പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മേജർ മോർ ദാൻ എന്താണ് 3 മേജർ കാഷ്വാലിറ്റീസ് അല്ലെ. അതായത് 3ൽ കൂടുതൽ പേര്. അതുപോലെ തന്നെ എന്താണ് ആശുപത്രിയിൽ എങ്ങനെയുള്ളവരാണ് എത്തുന്നത്? ഗുരുതരമായിട്ട് പരിക്കേറ്റവർ എത്തുന്നതിനാൽ കൂടുതൽ ജീവനക്കാരും റിസോഴ്സസുകളും അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആശുപത്രിയിൽ സാധാരണ പ്രവർത്തനങ്ങൾ അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യാൻ പറ്റുന്നവർക്ക് ഇല്ല, അത് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെ. അവരവരുടെ ജോലീസ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള മേജർ കാഷ്വാലിറ്റീസ് വന്നത് കൊണ്ട് തന്നെ എന്താണ് അവിടെ ഇട്ട് അല്ലെ, അല്ലെങ്കിൽ അവരുടെ ജോലി അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇവരെ ശുശ്രൂഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ ജോലികള്, സ്റ്റാഫുകളുടെ ജോലികള് തടസ്സപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അവിടുത്തെ എന്ത് പ്രവർത്തനങ്ങളാണോ ഹോസ്പിറ്റലിൽ നടത്തുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വരികയും പകരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് ഹോസ്പിറ്റലിലേക്ക് ഗുരുതരമായിട്ട് ചികിത്സ കൊടുക്കേണ്ടി വരുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? നല്ല രീതിയിലുള്ള ബെറ്റർ കെയർ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ലെവൽ 3 ആയിട്ട് പറയുന്നത്. അവിടെ എന്താണ് 2 പോലെ തന്നെയാണ്, ലെവൽ 2ന്റെ കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ അവിടെ പറയുന്നത് ഹോസ്പിറ്റലിലെ റുട്ടീൻസ് അവിടെ സ്റ്റോപ്പ് ആകുന്നുണ്ട്. ഓക്കെ, കിട്ടിയോ? ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഓക്കെ, ആ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത 2 പോർഷൻസ് പറയാം കേട്ടോ. Actually, no. Okay. ഇനി നെക്സ്റ്റ് നോക്കാം. കോഡ് ഓറഞ്ച് ഡൗൺ കാർബൺ.
The hospital is no longer accepting new cash values, but staff continue to care for those currently receiving treatment. എന്താണ് ഹോസ്പിറ്റൽ എന്താണ് നിങ്ങൾ പറയുന്നത്? ഓറഞ്ച് ടൗൺ കാർഡിൽ പറയുന്നത് എന്താണ്? ആശുപത്രിയില് ഇനി എന്താണ് ആശുപത്രിയില് ഇനി പുതിയ രോഗികളോ അതുപോലെ തന്നെ പുതിയ അത്യാഹിതങ്ങളോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം നമ്മള്? ആ ചികിത്സയിലുള്ള മറ്റു രോഗികളൊക്കെ ഉണ്ടാവും അല്ലെ? അവിടെ ചിലപ്പോ നേരത്തെ അഡ്മിറ്റ് ആയിട്ട് ചികിത്സിക്കുന്ന രോഗികളൊക്കെ ഉണ്ടാവില്ലേ? ആ രോഗികളെ നമ്മൾ എന്ത് ചെയ്യണം? ജീവനക്കാര് തുടർന്ന് ട്രീറ്റ്മെന്റ് അല്ലെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് പരിചരിക്കേണ്ടതാണ് അല്ലെ? അപ്പൊ അതാണ് അവിടെ പറയുന്നത്. കോഡ് ഓറഞ്ച് ടൗൺ കാർഡ് പറയുന്നത് ആശുപത്രിയില് ഈ രോഗികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ആശുപത്രിയിൽ കറന്റ്ലി ഉള്ള പേഷ്യൻസിനെ നമ്മൾ പരിചരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഓറഞ്ച് ഡീകണ്ടക്ട്. A chemical, biological, nuclear, and or radioactive disaster has occurred. Lockdown and decontamination procedures need to be implemented. അതായത് കെമിക്കൽ, ബയോളജിക്കൽ, ന്യൂക്ലിയർ, റേഡിയോ ആക്റ്റീവ് ദുരന്തങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതിനാൽ ആശുപത്രിയിൽ എന്ത് വേണമെന്നാ പറയുന്നത്? ആശുപത്രി ലോക്ക്ഡൌൺ ചെയ്യുകയും മാലിന്യം അല്ലെ ആ മലിനീകരണം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ കെമിക്കൽസ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കെമിക്കൽസ് ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? അത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ മലിനീകരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ മലിനീകരണം നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ ആളുകൾക്കായാലും വർക്ക് ചെയ്യുന്നവർക്കായാലും വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയുള്ള പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ അത് എഫക്ട് ചെയ്യുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കെമിക്കൽസ് ആയിക്കോട്ടെ, ബയോളജിക്കൽ ആയിക്കോട്ടെ, ആയിക്കോട്ടെ, റേഡിയോ ആക്റ്റീവ് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യണം? ഉടനടി ലോക്ക്ഡൌൺ ആക്കാം. അതുപോലെ തന്നെ ആ മലിനീകരണം നമ്മള് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഓക്കെ, അതാണ് കോഡ് ഓറഞ്ച് ഡീകണ്ടക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? രണ്ട് ക്വസ്റ്റ്യൻസും കോഡ് ഓറഞ്ച് ടൗൺ ഗാർഡൻ ആൻഡ് കോഡ് ഓറഞ്ച് ഡീകണ്ടക്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇപ്പൊ കോഡ് ഓറഞ്ച് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അല്ലെ? കോഡ് ഓറഞ്ച് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഡ് ബ്ലാങ്ക് അല്ല കേട്ടോ, ബ്ലാക്ക് ആണ്. ഓക്കെ, കോഡ് ബ്ലാക്ക്. കോഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോഡ് ബ്ലാക്ക് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ബോംബ് ത്രെഡ് അല്ലേ? ഇനി എവിടെയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ബോംബ് ത്രെഡിന്റെ കാര്യം? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സിനിമയിലൊക്കെ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മൾ കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും സിനിമയില് CID മൂസ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലെ? കൊച്ചിക്കറിക്ക് വന്നിട്ട് ജിഗ്നിയോടെ സാറേ ബോംബ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഓർമ്മയുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോമഡിയാണ്. പക്ഷെ എന്നാലും നമുക്ക് അല്ല, ആ സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയാ, ഒരു പേടി അല്ലെ? ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും കൂടി ഫ്ലാറ്റിൽ നിന്ന് ഓടി വരുന്നു അല്ലെ? ശരിക്കും പറഞ്ഞ ഒരു കോമഡി സീൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കോഡ് ബ്ലാക്ക് എന്നാക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആണോ? ബ്ലാങ്ക് ആണോ അല്ലെങ്കിൽ ബ്ലാക്ക് ആണോ? കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ? അത് കറക്റ്റ് ആക്കണം കേട്ടോ. ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. അത് കറക്റ്റ് ആയിട്ട് കൊടുക്കാം. ബ്ലാക്ക് എന്ന് കൊടുക്കാം. ബ്ലാങ്ക് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ അത് ബ്ലാക്ക് ആക്കാം. Bomb, thread or suspicious package. Code blank indicates a bomb thread. Underline ചെയ്തേ. കോഡ് ബ്ലാക്കിനെ പറയുന്നത് അല്ലെങ്കിൽ ബ്ലാക്കിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? ബോംബ് ത്രെഡ് ആണ്. The code tend to include relevant information such as the specific location of the thread. എന്താ പറയുന്നത്?
ഈ ബോംബ് കോഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് ബോംബ് ത്രെഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ബോംബ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്താണ് സ്പെസിഫിക് ലൊക്കേഷനും കൂടി നമ്മൾ പറയണം അല്ലെ, പറയണം എവിടെയാണ് ബോംബ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫോർമേഷനും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ, ബോംബ് വെച്ചിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷനും കൂടി അറിയേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. If a person in the hospital is threatening to bomb in the building, the code may also provide the description of the individual. ഇനി ഹോസ്പിറ്റലിൽ ആരെങ്കിലും ബോംബ് ഇടും എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഡിസ്ക്രിപ്ഷനും കൂടി നമ്മൾ അറിയണം അല്ലെങ്കിൽ പറയണം. എങ്ങനെയാണ് ഇപ്പൊ ചിലവര് ഇങ്ങനെ ഞാൻ ബോംബ് അല്ലെങ്കിൽ ബോംബ് ഇടും അല്ലെ. ചിലപ്പോ CID തന്നെ നമ്മള് സലീം കുമാറിനെ സംശയിക്കുന്നുണ്ട് അല്ലെ, അവനെ സംശയിക്കുന്നുണ്ട്. ഇയാളായിരിക്കും ബോംബ് ഇട്ടത് അല്ലെങ്കിൽ ബോംബ് ഇടുന്നത് അല്ലെ. അയാളെ കാണുമ്പോൾ ഒരു അത്രയ്ക്ക് ഒരു അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സംശയിക്കുന്നുണ്ട് ഇയാളാണോ എന്നുള്ളത് തന്നെയാണ് അല്ലെ. അപ്പൊ എന്താണ് ബോംബ് ഇടുന്ന ചിലവര് പറയുമ്പോ ഇടും എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഡിസ്ക്രിപ്ഷനും കൂടി നമ്മൾ പറഞ്ഞിരിക്കേണ്ടതാണ്. നമ്മളോട് ആരെങ്കിലും ബോംബ് ഇടും, ഹോസ്പിറ്റലിൽ ബോംബ് ഇടുന്നുണ്ട്, ഇന്ന ഭാഗത്താണ് എന്നൊക്കെ നമ്മളോട് പറയുകയാണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ വ്യക്തിയുടെ ഡിസ്ക്രിപ്ഷനും കൂടി നമ്മൾ പറയണം. More specific threats are more credible. So, people who receive a bomb threat over the phone should remain calm and gather as much information regarding the purported bomber as possible. Each hospital will have an evacuation protocol in the event of a bomb threat. അതായത് പറയുന്ന പാരഗ്രാഫുകളിൽ പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലുകളിൽ ആരെങ്കിലും വെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഡിസ്ക്രിപ്ഷനും കൂടി നമ്മൾ പറയണം. അതുപോലെ തന്നെ ബോംബ് വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ചിലപ്പോ ഒരു പ്രാവശ്യമൊക്കെ നമ്മളോട് പറഞ്ഞാല് അതൊരു കളിതമാശയായിട്ട് എടുക്കും അല്ലെ. ബോംബ് വെക്കും ആൾക്കാരെങ്കിലും നമ്മളോട് പറയും അല്ലെ, ജസ്റ്റ് നമ്മളെ പേടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോ 2 or 3 പ്രാവശ്യമൊക്കെ പറയുകയാണെങ്കിൽ അത് സത്യമാണെന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് പറ്റും അല്ലെ. ചിലവര് കളിത്തമാശയിട്ട് പറയും അല്ലെ, ഞാൻ ഇന്ന ദിവസം ബോംബ് വയ്ക്കും. ചിലവര് പറയാറുണ്ട് നമ്മളെ പേടിപ്പിക്കാനൊക്കെ ആയിട്ട് ചില കാര്യങ്ങൾ. ഇപ്പൊ ബോംബിന്റെ കാര്യം മാത്രമല്ല, ചില എന്ത് കാര്യങ്ങളായാലും ചിലവരിങ്ങനെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ എന്താണ് 2-3 പ്രാവശ്യം തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിശ്വസിക്കാൻ പറ്റും? ആ കാര്യം നടത്തും എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റും അല്ലെ. അത് വിശ്വസനീയമാണ്. പിന്നെ എന്താണ്, അങ്ങനെ ബോംബ് ഭീഷണി റിസീവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ചില ആളുകൾ ഇപ്പൊ CID ന്യൂസിൽ തന്നെ എന്താണ് ബോംബ് വെച്ചിട്ടുണ്ട് നമ്മൾ വിളിച്ചു പറയുമ്പോ ആ ന്യൂസ് പേടിക്കുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ എന്താണ് ആ ബോംബർ അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ അത് വിളിക്കുന്നത് കേൾക്കാം അല്ലെ. ആ ന്യൂസ് അങ്ങനെ പേടിച്ചു, അങ്ങനെ പോലീസിനെ അറിയിക്കുകയാണ് അല്ലെ. CID ന്യൂസിലെ സീൻസ് ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടാവും. കാണാത്തവര് അല്ലെങ്കിൽ ഓർമ്മ വരാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ സീനൊക്കെ ഒന്ന് കാണാം അല്ലെ. ഓക്കെ, ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ എന്താണ്, ബോംബ് ഭീഷണി റിസീവ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഫോൺ നമ്പർ ചിലവര് വിളിച്ച് പറയും, ഞാൻ ഇന്ന ദിവസം ഇവിടെ ബോംബ് വെക്കും എന്ന് നമ്മളോട് വിളിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഫോൺ നമ്പർ അത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഫോണിലൂടെയൊക്കെ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പരിഭ്രാന്തരാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മളോട് ആയാലും ഒരു വ്യക്തി ഞാൻ ബോംബ് വെക്കും ഇന്ന ദിവസം വെക്കും അല്ലെങ്കിൽ ഇപ്പൊ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പേടിക്കും നമ്മൾ അല്ലെ. പരിഭ്രാന്തരാവാതെ നമ്മൾ എന്ത് ചെയ്യണം? കാമായിട്ട് നിൽക്കാം. അല്ലെങ്കിൽ എന്താ, നമ്മളുടെ കൂടെ അവിടെ നമ്മൾ പരിചരിക്കുന്നത് ആരെയാണ്? പേഷ്യൻസിനെയാണ് അല്ലെ. അപ്പൊ നമ്മള് പരിഭ്രാന്തതയോട് നിൽക്കുമ്പോൾ അവര് പേടിച്ച് അവരുടെ കണ്ടീഷൻ മോശമാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കുമ്പോ എന്ത് കേട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളത് കാമായിട്ട് നമ്മളത് എടുക്കാം അല്ലെ. കാമാവാം. അപ്പൊ ഫോണിലൂടെയൊക്കെ പല വ്യക്തികളും നമ്മളെ വിളിച്ചു പറയും, പല ഭീഷണികളും നടത്താറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോ നമ്മള് പരിഭ്രാന്തരാവാതെ പേടിക്കാതെ കാമായിട്ട് നിൽക്കാം ഫസ്റ്റ്. ഇനി എന്താ, എന്നിട്ട് ബോംബറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കണം. ഓക്കെ, അപ്പൊ ആരാണ് വിളിച്ചു പറഞ്ഞത്? അവരെ കുറിച്ചുള്ള, ബോംബർ ആരാണോ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ശ്രദ്ധിക്കാം.
ഇനി ഇവിടെ പറയുന്നത് each hospital will have an evacuation protocol in the event of a bomb threat. എന്താണ് ഇവിടെ പറയുന്നത്? ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആശുപത്രിയിൽ എന്താണ് ഒഴിപ്പിക്കൽ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും അല്ലെ. ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് ഓരോ ഫ്ലോറിൽ നിന്നും ആളുകളെ നമ്മള് സുരക്ഷിതമായിട്ട് സേഫ്റ്റിയോട് കൂടിയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യണം അല്ലെ, ഒഴിപ്പിക്കാനായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രോട്ടോകോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഒഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള മുഴുവനും ആളുകളും അത് അത്തരത്തിലുള്ള ഒരു ഭീഷണിയിൽ ഉൾക്കൊള്ളാനായിട്ട് ഇൻക്ലൂഡഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ബുദ്ധിപൂർവ്വം നമ്മൾ ഓരോ കാര്യങ്ങളും നീക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മൾ കാമായിട്ടിരിക്കാം. അതുപോലെ തന്നെ ബോംബറിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ശേഖരിക്കണം. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് രോഗികളെ ഓരോ മേഖലകളിൽ നിന്ന് ഓരോ ഫ്ലോറിൽ നിന്ന് അല്ലെ എവിടെയാണോ ഇപ്പൊ ബോംബ് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് എന്ത് ചെയ്യണം, ഒഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് കോഡ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. Okay, next ആണ് കോഡ് സിൽവർ. പേഴ്സൺ വിത്ത് വെപ്പൺ. വെപ്പൺ എന്ന് പറഞ്ഞാല് വെപ്പൺ ആയുധം. വെരി ഗുഡ്. ഓക്കെ, ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പല സിനിമകളിലും കാണാറുണ്ട്.
ഇങ്ങനെയുള്ള ആയുധമായിട്ട് ആളുകളൊക്കെ വരുന്നത്, ഭീഷണിപ്പെടുത്തുന്നത് അല്ലെ. കോഡ് സീൽവർ, പേഴ്സൺ വിത്ത് എ വെപ്പൺ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. Initiated when an individual is threatening to use, attempting to use, or actively using a weapon to cause harm, regardless of the type of a weapon, and the situation cannot be controlled without enhanced police response. എന്താണ് പറയുന്നത്? ഇപ്പോ ഒരു വ്യക്തി ആയുധം ഉപയോഗിക്കുന്നുവെന്ന് ഭീഷണിപ്പെടുത്തുകയോ ഉപയോഗിക്കാൻ ശ്രമിക്കുകയോ, ഓക്കെ, ഒരു വ്യക്തി ആയുധം ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ, അല്ലെങ്കിൽ ഞാനിപ്പോ തോക്കെടുക്കും, അല്ലെങ്കിൽ ഞാനിപ്പോ കത്തിയെടുക്കും എന്ന് പറയുകയോ, അല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കാൻ ശ്രമിക്കുകയോ, അല്ലെങ്കിൽ ദോഷം വരുത്താൻ സജീവമായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലുള്ള ആയുധമാണെങ്കിലും പോലീസ് നടപടികളില്ലാതെ സാഹചര്യം നിയന്ത്രിക്കാൻ കഴിയുകയില്ല, അല്ലേ? നമ്മളിപ്പോ പല ഹോസ്പിറ്റലുകളിലും കാണാറുണ്ട്. അപ്പൊ പല സാഹചര്യങ്ങളിൽ ഇപ്പൊ ഒരു വ്യക്തികള് അല്ലെ, അവർക്ക് ദേഷ്യം വരാം, അവർക്കിപ്പോ കത്തിയെടുത്ത് കുത്താൻ നോക്കാം, അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ, പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പൊ ചീഞ്ഞ കുപ്പിയൊക്കെ എടുത്ത് പൊട്ടിച്ചിട്ട് തലക്കടിക്കാൻ നോക്കാം, കുത്താൻ നോക്കാം അല്ലെ, കത്തിയെടുത്ത് കുത്താൻ നോക്കാം, വാള് കൊണ്ട് വെട്ടാൻ നോക്കാം അല്ലെ. അവര് എന്താ ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താണ്, ഒരു വ്യക്തിയാണെങ്കിൽ ആയുധം ഉപയോഗിക്കുമെന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ, ഇപ്പൊ കത്തിയെടുക്കും അല്ലെങ്കിൽ തോക്കെടുക്കും എന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് ദോഷകരം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ അവരെ എതിർത്ത് നിൽക്കാൻ പറ്റുമോ? എതിർത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? ചിലപ്പോ ഒരു തട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു കുത്ത് കിട്ടും അല്ലെ, ചെറിയ രീതിയിലൊരു കുത്ത് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെ, ഇല്ലേ? സിനിമകളിൽ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ എതിർത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ്, ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോ ചിലപ്പോ നമ്മളെ കുത്താം, അല്ലെങ്കിൽ എന്താ വെപ്പൺ വെച്ച് അല്ലെ, തോക്ക് വെച്ചിട്ട് ചിലപ്പോ വെടിവെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? വെറുതെ നിന്നാ മതിയോ? ആള് പറയുന്നത് കേട്ട് വെറുതെ നിന്നാ മതിയോ? എങ്ങനെയെങ്കിലും പോലീസിൽ ഇൻഫോം ചെയ്യാനായിട്ട് നോക്കണം അല്ലെ. അതെ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ആയുധം വെച്ച് നമ്മളെ എന്തെങ്കിലും ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും എന്താണ്, നമ്മളെ തടയാതെ പോലീസ് വരാതെ ഇതിനുള്ള ഒരു എന്താ പറയാ, നമുക്ക് ആളുകൾക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. അപ്പൊ പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകളെ പിടിച്ച് അത്തരത്തില് ആളുകളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മളെ പോലീസ് വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. പിന്നെന്താ, നോട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. HDGH does not use the term code silver. They use the term lockdown to signify the same thing. അതായത് HDGH എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ ഡ്യൂ ഗ്രേസ് ഹെൽത്ത് കെയർ, അതിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. hotel DIEU hotel DIEU Grace health care hotel DIEU Grace health care. ഇതെയോ? ഓക്കെ, ഇതിന്റെ മീനിങ് എന്താണെന്ന് അറിയോ? ഇത് കാനഡയിലുള്ള ഒരു ഹോസ്പിറ്റൽ ആണ്. ഓക്കെ, HDGH എന്ന് പറഞ്ഞാല് ഹോട്ടൽ ഡ്യൂ ഗ്രേസ് ഹെൽത്ത് കെയർ, കാനഡയിലുള്ള ഒരു ഹോസ്പിറ്റൽ ആണ്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ് ഓഫ് ഗോഡ് ആണ് കേട്ടോ. അപ്പോ ഇവിടെ പേഴ്സൺസ് വിത്ത് വെപ്പൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് സിൽവർ കോഡ് യൂസ് ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യാന്ന് പറഞ്ഞത്? എന്താ ചെയ്യാ? മിസ് വായിച്ചപ്പോ എന്താ മനസ്സിലായി?
they use the term lockdown to signify the same thing. എന്താണ് അവര് ഈ കോഡ് സിൽവർ യൂസ് ചെയ്യുന്നതിന് പകരം അവരെന്താ ചെയ്യാ ഒന്നും ചെയ്യില്ലേ? ലോക്ക്ഡൗൺ അല്ലെ, ലോക്ക്ഡൗൺ പറയും അല്ലെ. പല വ്യക്തികളും വന്ന് പലവരും ഇപ്പോ ഹോസ്പിറ്റലിൽ നഴ്സുമാരെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെയൊക്കെ രോഗികളെയൊക്കെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വെപ്പണൊക്കെ യൂസ് ചെയ്ത് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കാനഡയിലുള്ള ഹോസ്പിറ്റൽസ് കോഡ് സിൽവർ യൂസ് ചെയ്യുന്നതിന് പകരം അവര് ലോക്ക്ഡൗൺ ആണ് ചെയ്യുന്നത്, ലോക്ക്ഡൗൺ ആണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. Security and other staff will not respond due to potential risk for harm. Code silver person and weapon. അതായത് എന്താണ്? ഇപ്പൊ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ സ്റ്റാഫുകൾക്കോ അവർക്ക് രണ്ടുപേർക്കും എന്താണ് അപകട സാധ്യത ഉണ്ടാവാനായിട്ട് ചിലവരൊക്കെ എന്താണ് പല സ്റ്റാഫുകളും ഇത്തരത്തിലുള്ള വെപ്പൺ ഉപയോഗിക്കുന്ന വ്യക്തികളോടൊക്കെ ചിലപ്പോൾ എതിർത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ അവരൊക്കെ പിടിച്ചു മാറ്റാനൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ, അവർക്കും റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ചിലപ്പോ അവർക്ക് തട്ട് കിട്ടാം, ചിലപ്പോ അവർക്ക് കുത്ത് കിട്ടാം അല്ലെ, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ സംഭവിക്കാറുണ്ട്. അവർക്ക് അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് അധികം പ്രതികരിക്കാറില്ല. അവരെന്താണ് പേടിച്ച് മാറി നിൽക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. അധികം പ്രതികരിക്കാറൊന്നുമില്ല അവര്. കാരണം എന്താ? അവർക്കും അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? സോ അതുകൊണ്ട് തന്നെ അവര് പോലീസിനെ തന്നെ വിളിക്കുന്നു. ഓക്കെ, അപ്പൊ അവർക്ക് എന്താണ്? എല്ലാവർക്കും ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും അപകട സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റാഫുകൾക്കായിക്കോട്ടെ സെക്യൂരിറ്റികൾക്കായിക്കോട്ടെ അവരൊന്നും എതിർത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേഴ്സൺ വിത്ത് വെപ്പൺ അത് ഉപയോഗിക്കുന്ന വ്യക്തികളോട് നമ്മൾ എതിർത്ത് സംസാരിക്കാറില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ ഒരു മൽപ്പിടുത്തം നടത്താറില്ല. കാരണം എന്താണ്? ഇവർക്കും റിസ്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെന്താ ചെയ്യണത്? ഇത്രയും പെട്ടെന്ന് പോലീസിൽ ഇൻഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റിമെമ്പർ റൺ ഹൈഡ് ഫൈറ്റ്. അതായത് അതുപോലെ തന്നെ എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ആ റിമെമ്പറിൽ കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തില് പേഴ്സൺസ് വെപ്പൺ അല്ലെ, ആ വെപ്പണമായിട്ട് വരുന്ന വ്യക്തി ഇത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഓടാ. പോലീസ് വരുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാനൊന്നും പറ്റില്ല അല്ലെ. അവരെത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നല്ലെങ്കിൽ ഓടണം. അവിടെ ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഓടാ. എന്നിട്ട് എന്ത് ചെയ്യണം? ഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ് എന്താ? ഓടുന്നു, ഹൈഡ് ചെയ്ത് നിൽക്കുന്നു അല്ലെ. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാറുണ്ടോ നമ്മള്? ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചിട്ടുണ്ടോ? ഒളിക്കുക. ഓക്കെ, ഒളിച്ചു നിൽക്കുക. ആൻഡ് എന്ത് ചെയ്യണം? ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ ഓടി എവിടെയെങ്കിലും ഒളിച്ചു നിന്ന് അതിനുശേഷം ആ വ്യക്തി വരികയാണെങ്കിൽ നമ്മളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം? കൊന്നോ അല്ലെങ്കിൽ കുത്തിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ നെഞ്ചി പിരിച്ചു കൊടുക്കണോ? എന്താ ചെയ്യാ? ഫൈറ്റ് ചെയ്യണോ അല്ലെ. ഹോസ്പിറ്റലില് എന്താ പറയാ, പോലീസ് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഓടാ. അതുപോലെ തന്നെ ഹൈഡ് ചെയ്ത് നിൽക്കാം. പിന്നെ ഒന്നും പറ്റില്ല, നമ്മളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം അല്ലെ. ഓക്കെ, എങ്ങനെയെങ്കിലും രക്ഷ നേടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പറ്റാവുന്ന രീതിയിലൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഞാൻ ഇതിന്റെ അടിയിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കാം. അവോയ്ഡ് എൻഗേജിങ് വിത്ത് the assailant either verbally or physically. അവിടെ പറയുന്നത് എന്താണ്? ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ ഓടി ഒളിച്ചു നിന്നു ഫൈറ്റ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലേ. അപ്പൊ ആ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? നമ്മളവിടെ പറയുന്നത് വാക്കാലോ അല്ലെങ്കിൽ ഫിസിക്കലിയോ ഇടപെടുന്നത് ഒഴിവാക്കണം അല്ലെ. നമ്മൾ എതിർത്ത് സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ ഫൈറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ചിലപ്പോ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ആ സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. Remain calm and evacuate if able. If unable to evacuate, hide. അതായത്
സാധ്യമെങ്കിലും നമ്മൾ കാമാകുക. നമ്മൾ എപ്പോഴും എന്തെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കും, പരിഭ്രാന്തരാകും അല്ലെ. അപ്പൊ അതങ്ങനെ ചെയ്യരുത്. എന്തെന്നാ പറയുന്നത് അവര്? കാമാവ, ശാന്തരാക. ഒരു എന്താ പറയാ, ഇപ്പൊ കാമാവാനായിട്ട് ഡീപ് ബ്രീത്ത്, ഇൻ ബ്രീത്ത് ഔട്ട് അതൊക്കെ ചെയ്ത് വരുമ്പോ നമ്മളൊന്ന് കാമാവും ഇല്ലേ? നമ്മള് ഈ പേഷ്യൻസ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. പേഷ്യൻസ് നമ്മളോട് എങ്ങനെ എതിർത്തൊക്കെ സംസാരിക്കുമ്പോ നമ്മൾ എന്താണ് എതിർത്ത് സംസാരിക്കാതെ കാമാവാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ബ്രീത്തും ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ഒക്കെ എടുത്ത് വരുമ്പോ നമ്മൾ കാമാവും. കറക്റ്റ് ആയിട്ട് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കൂളായിട്ട് പോകും ഇല്ലേ? നമ്മളും എതിർത്ത് അവരും എതിർത്ത് സംസാരിക്കുമ്പോ അവിടെ ചിലപ്പോ എന്താണ് ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് ഒരു തർക്കത്തിലേക്ക് പോകും അല്ലെ. അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഫൈറ്റ് ചെയ്യുമ്പോ അല്ലെ, നമ്മൾ ആദ്യം കൂടെ അതുപോലെ തന്നെ വിളിച്ചു നിൽക്കാം. ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വരുമ്പോ മാത്രം നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തപ്പോ നമ്മൾ എന്ത് ചെയ്യണം? വെർബലിയോ ഫിസിക്കലിയോ നമ്മളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ എന്ത് ചെയ്യാം? കാമായിട്ട് നിൽക്കാം. പിന്നെ എന്താണ്, എന്നിട്ട് അവിടെ നിന്ന് ഒഴിവാക്കുക. മറ്റെവിടെയെങ്കിലൊക്കെ പോയിട്ട് ഒളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കില്ല അല്ലെ. അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇവാക്യുവേറ്റ് ചെയ്യാം, ഒഴിവാകാനായിട്ട് ശ്രമിക്കാം. അതർവൈസ് ഇനി ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒളിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, കണ്ടുപിടിക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ടല്ലേ. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വേറെ ഒരിടത്ത് ഒളി രക്ഷപ്പെടാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കാമായിട്ട് എന്ത് ചെയ്യണം? അവിടെ തന്നെ ഒളിച്ചിരിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ എന്താ, സൈലൻസ് ഫോൺ ഓർ സോഴ്സസ് ഓഫ് നോയ്സ്. നമ്മൾ എന്ത് ചെയ്യണം? അപകട സാധ്യത കൂടുതൽ അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് അടുത്ത ഭാഗമാണ് കേട്ടോ. അവിടെ പറയുന്നത് ഇപ്പോ ചിലയിടത്ത് എന്താണ്, ഈ ചിലര് ഒളിച്ചിരിക്കുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടാകുമ്പോ ചിലപ്പോ ഫോൺ കോൾസ് ഒക്കെ വരാറുണ്ട് ഇല്ലേ? കണ്ടിട്ടില്ലേ? നിങ്ങള് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ അല്ലെ? ചിലര് കറക്റ്റ് ആയിട്ട് വിളിച്ചിരിക്കും. പക്ഷെ എന്താണ്, അപ്പൊ അവരുടെ ഫോൺ അടിക്കുമ്പോ ആ വ്യക്തിക്ക് ഇയാളെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇല്ലേ? എവിടെയാണ് ഫോൺ അടിക്കുന്നത് അത് കേട്ട് മനസ്സിലാക്കി അവരെന്ത് ഫിലിംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ അതാണ് ഫോൺ സൈലന്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. നമ്മൾ ഓടി രക്ഷപ്പെട്ട ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മറിഞ്ഞ് വീഴുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടി നമ്മൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ബ്രീത്തിന്റെ സൗണ്ട് ചിലപ്പോ അത് കേട്ടും വ്യക്തികൾ വരാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ തട്ടിപ്പടന്നൊക്കെ വീണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടും ആളുകൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോ എന്താണ്, സൗണ്ട് ഉണ്ടാക്കരുത്. ബ്രീത്ത് ഒക്കെ കറക്റ്റ് ആയിട്ടല്ലേ, ബ്രീത്തിന്റെ സൗണ്ട് ഒന്നും അതൊക്കെ നോക്കിയിട്ട് ആളുകൾ വരാറുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് അതൊന്നും ചെയ്യാൻ പാടില്ല. ഇത്തരത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾ മരിക്കും, അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള നോയ്സ് ഒന്നും ഉണ്ടാക്കരുത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, വൺ സൈലന്റ് എപ്പോഴും നമ്മൾ അത്രയും കീപ്പ് ചെയ്യണം. പെട്ടെന്നൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി എന്താ, if your life is in imminent danger, fight back as the last resort. Work together if a court silver is announced and you are not in your designated area. അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്, ഇപ്പോ നമ്മുടെ ജീവൻ അപകട സാധ്യത അല്ലെ, ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപകട സാധ്യത ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ കോഡ് സിൽവർ അനൗൺസ് ചെയ്യുകയും, ഇനി അനൗൺസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ പോയിന്റ്. റിമെയിൻ കാം ആൻഡ് ഇവാക്യുവേറ്റ് സേഫ്ലി അല്ലെ. നമ്മൾ എന്ത് ചെയ്യാം? കാം ആവാം. അതുപോലെ തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കാം. ഹൈഡ് ഇഫ് യു ആർ അൺഎബിൾ ടു ലീവ്. അതായത് സേഫ് ആയിട്ട് മാറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹൈഡ് ചെയ്ത് നിൽക്കുക അല്ലെ, ഒളിച്ചു നിൽക്കുക. നമുക്ക് സേഫ് ആയിട്ട് മാറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒളിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക. Do not use the phone unless it is directly related to the code silver. Medical emergency code will not be called overhead during a code silver. അതായത് അവിടെ പറയുന്നത് കോഡ് സിൽവറുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ.
കോഡ് സിൽവർ ഇപ്പൊ നമ്മൾ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്, കോഡ് സിൽവർ കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, കോഡ് സിൽവർ കോൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ എന്താണ് തന്നെ മറ്റു എമർജൻസി കോൾ വിളിക്കാനായിട്ട് പാടില്ല. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നത് കേട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, ആളുകൾക്ക് നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, എമർജൻസി കോളുകളൊന്നും വിളിക്കാനായിട്ടോ ഇങ്ങോട്ട് വിളിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കരുത്, അങ്ങോട്ട് വിളിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ഇനി ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ എന്താണ്, ഫോൺ സൈലന്റ് ആക്കണം അല്ലെ, സൈലന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് കേട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത് ചെയ്യണം, ഇപ്പോ കോഡ് സിൽവറുമായിട്ട് ബന്ധമില്ല, കോഡ് സിൽവർ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല എങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മറ്റു എമർജൻസി കോളുകൾ നമ്മൾ അങ്ങോട്ടേക്ക് വിളിക്കാനും പാടില്ല. നമ്മുടെ സൗണ്ട് ഒക്കെ കേട്ട് ചിലപ്പോ ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരാം അല്ലെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അവിടെ പറയുന്നത് നമ്മൾ കാമായിട്ട് നിൽക്കുക, അതുപോലെ തന്നെ ഇവാക്യുവേറ്റ് എന്ത് ചെയ്യണം, സുരക്ഷിതമായിട്ട് നമ്മൾ ഒഴിവാക്കുക അവിടെ നിന്ന്. ഇനി എന്താണ്, ഇഫ് hide if you are unable to leave. എന്ത് ചെയ്യണം, സേഫ് ആയിട്ട് മാറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഒളിച്ചു നിൽക്കണം. പിന്നെന്താ, കോഡ് സിൽവർ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോൺ യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ മറ്റു എമർജൻസി കോളുകൾ വിളിക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്. നമ്മൾ എന്താ പഠിച്ചത്, ഏത് കോഡാ പഠിച്ചത്, ഓർമ്മയുണ്ടോ? കോഡ് സിൽവർ കേട്ടോ. ഓക്കെ, ഒന്ന് അയച്ചു നോക്കി, കോഡ് സിൽവർ. ആ കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ബോറടിക്കുന്നുണ്ടോ? കുറെ കോഡുകളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. നമ്മള് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്, ചില കോഡുകളൊക്കെ വ്യത്യാസം ഉണ്ട് അല്ലെ, ഉണ്ടോ? ഡിപ്ലോമയിൽ പഠിച്ചതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യാസമുണ്ട്. ചില കുട്ടികൾ ഡൗട്ട് ഒക്കെ ചോദിക്കാറുണ്ടോ, ഡിപ്ലോമയിൽ പഠിച്ചതല്ലോ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത്, അപ്പൊ അതെന്താ, അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ, ചില ഹോസ്പിറ്റലിൽ ചില കോഡുകൾ യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് കളേഴ്സിലാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. എല്ലാ മിസ്സുമാരും ഇപ്പൊ മൊഡ്യൂൾ 7 ആയോ സ്റ്റാർട്ട് ചെയ്യുന്നത്? എടുത്തു തുടങ്ങിയില്ലേ എല്ലാ മിസ്സുമാരും? ഇല്ല, ആരാ മൊഡ്യൂൾ 6 നിൽക്കുന്ന? ഏത് മിസ്സാണ്? അതിലെ മിസ് അല്ല. ഓക്കെ, അതിലെ മിസ്സിന് 7th മൊഡ്യൂളിൽ ചിലപ്പോ ചെറിയ ചാപ്റ്റേഴ്സ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. മിസ് എടുക്കുന്നത് വലിയ ആണോ? ആ, അരണ്യ മിസ് ഉണ്ട്. ഓക്കെ, ഡിസാസ്റ്റർ ആണ്, ഇത്തിരി വലുതായിരിക്കും അല്ലെ അത്. കോഡ് സിൽവർ വായിച്ചു നോക്കിയാൽ, വായിച്ചു നോക്കിയിട്ട് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്ര വരെ എടുത്ത് നിർത്താം, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഹോസ്പിറ്റൽ എമർജൻസി കോഡും ഇത്തിരി ലെങ്തി ആണ്, പല കോഡുകളുണ്ട് പഠിക്കാനായിട്ട്, ലെങ്തി ആണ്, പക്ഷെ അതിന്റെ കണ്ടന്റ് എളുപ്പമാണ്, മനസ്സിലാക്കി വെച്ചാൽ മതി. ഡൗട്ടൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ ഇത്ര വരെ? ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.